ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് ദോശയാണ്. പെർഫെക്റ്റായിട്ട് ഒരു ഗോതമ്പ് ദോശ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇറച്ചിക്കറിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അതിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് കട്ടയൊന്നുമില്ലാതെ നല്ലൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഒരു ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ കിട്ടാൻ. കണ്ടില്ല, ഇതുപോലെ കിട്ടണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇതാ ഒരു തവി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ദോശ പരത്തുന്ന പോലെ നല്ല നൈസായിട്ട് പരത്തി കൊടുക്കട്ടെ. അതുപോലെ ആകുമ്പോൾ ഇനി ഇത് ഒരു വശം മൊരിഞ്ഞ് വന്നാൽ മറ്റേ വശം ഇതുപോലെ ഒന്ന് മറിച്ചിടുക. മൂടി വെച്ച് വേവിക്കൊന്നും വേണ്ട കേട്ടോ, അതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ നല്ല പെർഫെക്റ്റായ ഗോതമ്പ് ദോശ കിട്ടും. ഇനി അതുപോലെ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല പരത്തി കൊടുക്കട്ടെ. എത്ര വേണിച്ചാലും നമുക്ക് പരത്തിയെടുക്കാം, എത്ര വട്ടത്തിൽ വേണമെങ്കിലും. ഈ മുട്ടയൊക്കെ വെച്ചതിനെ കൊണ്ട് നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയതാ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 സവോള ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവോള ചെറുതായി അരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതൊന്നും ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഉള്ളി. ഇപ്പോൾ ഇതാ ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ. എന്നിട്ട് ചെറുതീയിൽ ഇട്ട് നല്ല ആ ഒരു ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ
ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മല്ലി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, മല്ലി ചേർക്കാതെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. എന്നിട്ടിത് ചെറുതീയിൽ നമുക്ക് ആ പച്ച ടേസ്റ്റൊക്കെ ആ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇമ്മീഡിയറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. തീ കൂട്ടി വെക്കരുത്, തീ കുറച്ച് വെച്ചിട്ട് ഈ തക്കാളിയും ഉള്ളി ഇതൊക്കെ നല്ലൊന്ന് വെന്തിട്ട് ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇതുപോലെ ഉടച്ച് കൊടുക്കട്ടെ. തക്കാളിയൊക്കെ നല്ലൊന്ന് ഉടച്ച് കൊടുക്കുക. തക്കാളി ഉള്ളിയൊക്കെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1 കിലോ ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഈ മസാലയിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അത് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ചിക്കൻ കറി വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ നമുക്ക് ചിക്കൻ കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ.